നമസ്കാരം. നിരവധി CPM പ്രവർത്തകരുമായും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരിൽ പലരും കാണുമ്പോൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മുഖം തിരിച്ചു നടക്കുന്ന ഒരു നിലപാടാണ് അവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചാൽ അവരുടെ നേതാവിനെ, അവരുടെ അനുഷേധ്യനായ നേതാവും ധർമ്മടം MLA-യും പാണ്ഡ്യാലമുക്ക് സ്വദേശിയുമായ പിണറായി വിജയനെ നിരന്തരം വിമർശിക്കുന്നതിൻ്റെ പേരിലാണ്, അയാൾ നയിച്ചിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതികൾ തുറന്നു പറയുന്നതിൻ്റെ പേരിലാണ് എന്നെ വെറുത്തത്. വർഷങ്ങൾക്ക് മുൻപ് വളരെയധികം അടുപ്പവും സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്നവരെ വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ ഓടിച്ചെല്ലാറുണ്ട്. പക്ഷേ അവരിൽ പലരും മുഖം തിരിച്ച് നടക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അവരൊക്കെ ഒരു അപരിചിതനോടെന്ന പോലെയാണ് എന്നോട് പെരുമാറിയത്. വർഷങ്ങൾക്ക് മുൻപ് വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ആൾക്കാരാണ് എന്നോർക്കണം. ആദ്യമൊക്കെ എനിക്ക് അത്ഭുതമായിരുന്നു, എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, കമ്മ്യൂണിസം ആണല്ലോ. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അത് പേപ്പട്ടി വിഷം പോലെയാണ്, തലച്ചോറിനെ ബാധിക്കുന്ന അതീവ മാരകമായിട്ടുള്ള ഒരു വിഷമാണ്. അത് ബാധിച്ച എല്ലാവരും രക്ഷപ്പെട്ട ചരിത്രമില്ല. വളരെ ചുരുക്കം പേർ മാത്രമാണ് അത് ആ ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, മിനിഞ്ഞാന്ന് പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്ന ED റെയ്ഡിനെ കുറിച്ചാണ്. എനിക്ക് പറയാനുള്ളത് ഈ CPM പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളോടാണ്. 19 പേരെ തിരുവനന്തപുരത്ത് മാത്രം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. അതായത് ചെറിയ പെറ്റി കേസ് പോലെ നിസ്സാരമായി ഇറങ്ങിപ്പോരാൻ കഴിയില്ല എന്നു സാരം. 1-2 വർഷം മുൻപ് പശ്ചിമ ബംഗാളിൽ ഇതുപോലെ പരിശോധനയ്ക്ക് ചെന്ന ED ഉദ്യോഗസ്ഥരെ തൃണമൂൽ കോൺഗ്രസുകാർ ആക്രമിച്ചിരുന്നു. അവരൊക്കെ അനുഭവിച്ചു. ഇപ്പോഴും പലരും 3 വർഷമായിട്ട് പോലും അവരൊക്കെ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ്. ഇന്നലെയും ഇന്നുമായി അറസ്റ്റിലായവരൊക്കെ സാധാരണക്കാരായ പ്രവർത്തകരാണ്. കൂലിപ്പണിക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പോകുന്നവരാണ് കൂടുതലും. ഇവരൊക്കെ കാര്യമറിയാതെയാണ് വന്നത്. നേതാക്കൾ വിളിക്കുമ്പോൾ അവർക്ക് വരാതിരിക്കാൻ കഴിയില്ല. പക്ഷേ നേതാക്കൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? ആർക്കും യാതൊരു കുഴപ്പവുമില്ല. അവർക്ക് സുഖമായി അവരിപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്ന് പിണറായി വിജയനെ ഉളുപ്പില്ലാതെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഈ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു നാഥൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമാനം എത്തിക്കുന്ന ഒരാൾ, അയാൾ CPM പ്രവർത്തകനാണ്, അയാൾ ജയിലിലേക്ക് പോയിരിക്കുകയാണ്. ആ ഒരു വ്യക്തി ജയിലിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി, നാണക്കേട്, ഇതൊക്കെ ആര് സഹിക്കും? ഇതിനൊക്കെയുള്ള ഉത്തരം ആര് തരും? ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഈ കുടുംബാംഗങ്ങളെങ്കിലും ഈ പ്രവർത്തകരോട് ചോദിക്കണം. ജയിലിൽ പോയവരോടല്ല. അവർക്കിനി ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാവുന്ന കാര്യമാണ്. എന്തായാലും അല്ലാതെ ഇപ്പോഴും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പിണറായി വിജയനെയും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും അഴിമതികൾ തുറന്നു കാണിക്കുന്നവരെയും കണ്ണ് പൊട്ടുന്ന തെറി വിളിക്കുന്നവരെയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന CPM പ്രവർത്തകരോട് അവരുടെ കുടുംബാംഗങ്ങൾ, സ്ത്രീകൾ, അമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരും ഒക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്തിനാണ് നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കണം. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇത്തരത്തിൽ ജയിലിലേക്ക് പോയാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. ഇന്ന് പലരെയും, ഇന്നും ഇന്നലെയും ഒക്കെ അറസ്റ്റിലായവരെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും അവരെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോഴും ഒക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ അവരെ വളരെ വീരപരിവേഷമുള്ളവരെ പോലെയാണ് ചിത്രീകരിച്ച് അവർക്ക് വാഴ്ത്തുപാട്ടുകൾ പാടുന്നത്. എന്തിനാണിത്? ഇതുകൊണ്ടൊരു കാര്യവുമില്ല. അതായത് സാധാരണക്കാരായ അണികളെ ഇളക്കാനുള്ളൊരു മാർഗം മാത്രമാണ്. ചിന്താശേഷിയില്ലാത്ത ചില CPM പ്രവർത്തകർ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത് കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. ഈ സാധാരണ പ്രവർത്തകരൊക്കെ ജയിലിലേക്ക് പോയി കഴിഞ്ഞു. 19 പേരെയാണ് തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്യാനുണ്ട്. കണ്ണൂരും കോഴിക്കോട്ടുമൊക്കെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയും ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലരും ഒളിവിലാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഏതെങ്കിലും നേതാക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു നേതാക്കൾക്കും ഒരു കുഴപ്പവുമില്ല. പാർട്ടി കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചാണ് ഇപ്പോൾ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അവിടെ അക്രമം നടത്തിയത് ആരാണ് അതിനെ ആഹ്വാനം ചെയ്തത് എന്നുള്ളതൊക്കെ. അതിൽ പലരെയും അതായത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുള്ള പലരെയും ഒഴിവാക്കിയിട്ടാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ, അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് അവിടെ തടിച്ചുകൂടിയ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ, ഈ അക്രമത്തിൽ ഒരുപക്ഷെ അവർക്കൊന്നും ഒരു പങ്കില്ലായിരിക്കാം, ആ പങ്കില്ലാത്ത ചില പാർട്ടി പ്രവർത്തകരെ കേസിൽ പെടുത്തി ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. ഇനി എത്ര കൊല്ലം അവർ ഈ ഒരു കേസ് പറയണമെന്നോർത്ത് നോക്കൂ. ആദ്യത്തെ ഒരു ആവേശമൊക്കെ പാർട്ടി കാണിക്കും, അത് കഴിയുമ്പോൾ പാർട്ടിയും കൈവിടും. ഇനി ഇവർക്ക് വിദേശത്ത് പോകാനോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനോ കഴിയുമോ? എത്ര വർഷങ്ങൾ ഇനി ഇവർ ഈ കോടതി കയറി ഇറങ്ങണം? പാർട്ടി വിട്ടുപോകാനും കഴിയില്ല. പാർട്ടി ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം, തല്ലാൻ പറഞ്ഞാൽ തല്ലണം. പാർട്ടിയുടെ ഒരു ഗുണ്ടയായി ഈ മനുഷ്യർ ഇനി ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീട്ടുകാർ
ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഈ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പുറത്തു നിർത്തുന്നതിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത് ഇനിയും കൂടുതൽ പ്രവർത്തകരെ ഇത്തരം അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ഇതുപോലൊരു സമാനമായിട്ടുള്ള സംഭവം ഉണ്ടാകുമ്പോൾ പാർട്ടിക്കാരെ അവിടെ എത്തിച്ച് അക്രമത്തിന് നേതൃത്വം കൊടുക്കുകയും അക്രമം കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നേതാക്കൾ ജയിലിനകത്തേക്ക് പോയാൽ സാധാരണ പാർട്ടി പ്രവർത്തകർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടില്ല. അത് പാർട്ടി നേതാക്കൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഈ സാധാരണക്കാരായ ആൾക്കാരെ ബലിയാടാക്കുന്നത്. 2 മാസം മുമ്പ് കണ്ണൂരിൽ നടന്ന ഒരു സംഭവം കൂടി നിങ്ങൾ ഓർക്കണം. അവിടെ കണ്ണൂരിൽ പാർട്ടിക്ക് വേണ്ടി ഒരാളെ കൊലപ്പെടുത്തി ജയിലിൽ പോയ ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ്. അയാൾ ജയിലിലായി, പാർട്ടി പയ്യന്നൂരിൽ തോറ്റു, അയാളെ പാർട്ടി കൈവിട്ടു. അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് ചെയ്തത്? വീണാ വിജയന് വേണ്ടിയിട്ടാണ്. ആരാണ് വീണാ വിജയൻ? നിങ്ങളുടെ നേതാവിൻ്റെ മകൾ. ഇവിടെ നിങ്ങളുടെ പാർട്ടിയിൽ എത്രയോ മുൻ നേതാക്കന്മാരുണ്ടായിരുന്നു. EMSും AKGയും EK നായനാരും അച്യുതാനന്ദനും അടക്കമുള്ള എത്രയോ നേതാക്കളുണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനെയും ഇതേ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീടും ED ഉദ്യോഗസ്ഥർ അന്ന് പരിശോധിച്ചിരുന്നു. ആ സമയത്ത് ചെറിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പോലും തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. അതായത് ED ഉദ്യോഗസ്ഥരുടെ കയ്യിൽ തെളിവുണ്ടാകും എന്നാണ് അന്ന് ഈ പറയുന്ന പിണറായി വിജയൻ പറഞ്ഞത്. അതേ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് നിങ്ങൾ യാതൊരു കാര്യവുമില്ലാതെ നിങ്ങളുടെ വീട്ടിലെ മകൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ അച്ഛൻ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോയി ജയിലിൽ പോകേണ്ടി വരുന്നത്. കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ അമ്മമാരോടും സഹോദരിമാരോടുമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു CPM പ്രവർത്തകനുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു SFI പ്രവർത്തകനോ DYFI പ്രവർത്തകരോ ഉണ്ടെങ്കിൽ, രാഷ്ട്രീയ പ്രവർത്തനം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുകയും മറ്റുള്ള നേതാക്കൾക്ക് വേണ്ടി, ഈ പിണറായി വിജയനെ പോലെയുള്ള ഇത്തരമൊരു നേതാവിന് വേണ്ടി തെരുവിലിറങ്ങുകയും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നശിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും ജീവിതവും കൂടിയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നഷ്ടപ്പെടാൻ ഇവിടെ മറ്റാർക്കുമൊന്നുമില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഈ സംഭവം കഴിഞ്ഞു, 19 പേർ ജയിലിലായി, അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ വിജയൻ എന്തെങ്കിലും പറ്റിയോ? വീണയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? വിജയൻ്റെ മകൻ വിവേക് വന്നോ? സാധാരണ ഒരു വീട്ടിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ വീട്ടിലൊരു അംഗം, അയാൾ എത്ര ദൂരെയാണെങ്കിലും വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന പതിവുണ്ടല്ലോ, അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിലൊക്കെ വരുന്ന ഒരു പതിവുണ്ടല്ലോ. പിണറായി വിജയൻ്റെ മകൻ വിവേക് വിജയൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയാൾ ഇതിനെ അപലപിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അയാൾക്കില്ലാത്ത വിഷമം എന്താണ് നിങ്ങൾക്ക്? മാസപ്പടി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പിണറായി വിജയനെ അന്വേഷിച്ചല്ല വന്നത് അവിടെ. പിണറായി വിജയൻ്റെ മാസപ്പടി വാങ്ങിയ മകൾ വീണാ വിജയൻ അന്വേഷിച്ചാണ് ED ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. അവിടെ എത്തിയത് തന്നെ പിണറായി വിജയൻ്റെ കൂടെ മകൾ താമസിക്കുന്നത് കൊണ്ടാണ്. ഇതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി നിങ്ങൾക്ക് വേണം. നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ CPMലോ DYFIയിലോ SFIയിലോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കണം, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ജയിലിൽ പോയി ജീവിതം തുലയ്ക്കേണ്ടി വരും.